മിസ് ഇന്ത്യമാരിൽ എത്ര പിന്നോക്കക്കാരുണ്ട്, OBC-കളുണ്ട്, ദളിതരുണ്ട്? രാഹുൽ ഗാന്ധി ഉയർത്തിയ പുതിയ ചോദ്യം ഇതാണ്. ജാതി സെൻസസ് എന്ന അദ്ദേഹത്തിന്റെ ആശയത്തിന് വേണ്ടി സമൂഹത്തിന്റെ മേൽത്തട്ടിലേക്കും സമൂഹം സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന മെയിൻ സ്ട്രീം എന്ന കാര്യങ്ങളിലേക്കും പിന്നോക്കക്കാർ വരുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടാനാണ് ശ്രീ രാഹുൽ ഗാന്ധി ഈ ചോദ്യം ഉന്നയിച്ചത്. ओबीसी के हाथ में कितना है, दलितों के हाथ में कितना है, मजदूरों के हाथ में कितना है? हिंदुस्तान के जो इंस्टीट्यूशंस हैं, ब्यूरोक्रेसी हो, जुडिशरी हो, मीडिया हो, इसमें इन लोगों की कितनी भागीदारी है? और हिंदुस्तान के 500 सबसे बड़े उद्योगपतियों की लिस्ट निकालूं, मैंने निकाला है, उसमें आपको एक भी दलित, एक भी आदिवासी, एक भी पिछड़े वर्ग का व्यक्ति नहीं मिलेगा. मैंने चेक किया भाई, तो मैंने लिस्ट निकाली मिस इंडिया की. मैंने कहा भैया इसमें तो होगा, मतलब एक दलित महिला तो होगी, एक आदिवासी महिला तो होगी ना. ना दलित है, ना आदिवासी, ना ओबीसी, कोई नहीं. നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ പുതിയ ചോദ്യം വൈറലാണ്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരുപക്ഷെ സാധാരണക്കാർക്ക് കൂടെ മനസ്സിലാകാനുള്ള അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഴമേറിയ ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ, അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ രാഹുൽ ഗാന്ധി ചോദിച്ചിരിക്കുകയാണ്. റായ്ബറേലിയിൽ വെച്ചാണ് അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി അദ്ദേഹം ചോദിച്ചിരിക്കുകയാണ്, എന്താണ് പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന്, ദളിതരിൽ നിന്ന്, OBC-യിൽ നിന്ന്, ട്രൈബൽ വുമണിൽ നിന്ന് മിസ് ഇന്ത്യക്ക് റെപ്രസെന്റേഷൻ ഉണ്ടാകാത്തത്? ആ വിഭാഗത്തിൻ്റെ എത്രമാത്രം മിസ് ഇന്ത്യമാരുണ്ടായിട്ടുണ്ട്? എന്നിട്ട് രാഹുൽ ഗാന്ധിയുടെ വാചകം ഇങ്ങനെയാണ്: ഞാൻ മിസ് ഇന്ത്യയുടെ ലിസ്റ്റ് നോക്കി, അതിൽ നിന്ന് ദളിത്, ട്രൈബൽ, OBC സ്ത്രീകൾ ഉണ്ടാകാറില്ല. നമ്മുടെ മീഡിയ എക്സ്റ്റെൻസീവ്ലി ഡാൻസ്, മ്യൂസിക്, ക്രിക്കറ്റ്, ബോളിവുഡ് തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഫാർമേഴ്സിൻ്റെയോ ലേബറേഴ്സിൻ്റെയോ കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നില്ല. സംവിധാൻ, സമ്മാൻ, സമ്മേളൻ, ഭരണഘടന, ആത്മാഭിമാനം തുടങ്ങിയ സമ്മേളനം തുടങ്ങിയ കാര്യങ്ങൾ പ്രയാഗ്രാജിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ഈ പരാമർശം. റായ്ബറേലിയിൽ വെച്ചല്ല, പ്രയാഗ്രാജിൽ വെച്ചാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം. അദ്ദേഹം പറയുന്നത്, നെസറി സ്കില്ലും ടാലന്റും നോളജും ഉണ്ടായിട്ടും 90% ഓഫ് പോപ്പുലേഷൻ, ഇന്ത്യയിലെ 90% ഇന്ത്യയുടെ മുഖ്യധാരയുമായി കണക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് കാസ്റ്റ് സെൻസസ് വേണം എന്നാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. രാഹുൽ ഗാന്ധിയുടെ ചോദ്യവും ആശയവും പ്രസക്തമാണ്. അതിനെ എങ്ങനെ സമീപിക്കണമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതായത് ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും പിന്നോക്ക ജനവിഭാഗങ്ങളിൽ പെടുന്നവരാണ്. അവിടെയാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടതുപോലെ BJP ഹിന്ദുത്വം എന്ന അമ്പർലയിലേക്കാണ് അവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ മണ്ഡലിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് വ്യത്യസ്ത ജാതികൾക്ക് അവർക്ക് ആനുപാതികമായ കാര്യങ്ങൾ കിട്ടുന്നില്ല, അവർ മുന്നോട്ട് വരുന്നില്ല എന്ന സത്യസന്ധമായൊരു കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നമ്മുടെ ജുഡീഷ്യറി നോക്കിയാൽ, നമ്മുടെ മീഡിയ നോക്കിയാൽ, നമ്മുടെ പല മുഖ്യധാരാ കാര്യങ്ങളും നോക്കിയാൽ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ പങ്ക് കുറവാണ്. ഈ വിഷയത്തെ BJP അടങ്ങുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ പലപ്പോഴും വെളിയിൽ പറയാറില്ല. കാര്യം അത് ഹിന്ദു ഐക്യത്തിന് വിഘാതമായാലോ എന്ന് വിചാരിച്ചാണ്. ഹിന്ദുക്കൾ ജാതീയത പറഞ്ഞാലോ ജാതി പറഞ്ഞാലോ അത് ഹിന്ദു ഐക്യത്തിന് വിഘാതമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP അടക്കമുള്ള വലതുപക്ഷം അത് പലപ്പോഴും പറയാത്തത്. പക്ഷേ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന പ്രശ്നം വളരെ പ്രസക്തമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം 90% മെയിൻ സ്ട്രീമിനോട് ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ള സത്യം. അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള കാര്യത്തിൽ ഒരുപക്ഷെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉണ്ടായേക്കാം. അതിനൊരു ഗാന്ധിയൻ വഴിയാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതിനൊരു അംബേദ്കർജിയുടെ വഴിയാണ് ശരിയെന്ന് കൂടുതൽ അതിനോടടുത്ത നിലപാടെടുക്കുന്ന ആളാണ് ശ്രീ രാഹുൽ ഗാന്ധി. അങ്ങനെ വ്യത്യസ്ത സമീപനങ്ങൾ കാണാം. എന്നാലും രാഹുൽ ഗാന്ധി ചോദിച്ച ആ ചോദ്യം പ്രസക്തമാണ്. ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ദരിദ്രനാരായണന്മാരായ OBC-യിലെ തന്നെ വ്യത്യസ്ത ജാതികൾ, ഒരുപാട് ജാതികൾ ചേർന്നാണ് ഈ OBC എന്ന് പറയുന്നത്. ആ OBC വിഭാഗങ്ങളിൽ, പിന്നോക്കക്കാരിൽ, ദളിതരിൽ, ഹരിജനങ്ങളിൽ, ഗിരിജനങ്ങളിൽ, വനവാസികളിൽ, ആദിവാസികളിൽ, പിന്നോക്ക ജനവിഭാഗങ്ങളിൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യം വേണ്ടേ? അവർക്ക് കൂടുതൽ സപ്പോർട്ട് വേണ്ടേ? അപ്പോൾ ആ സപ്പോർട്ട് വേണമെന്നുള്ള കാര്യത്തിൽ BJPക്കും കോൺഗ്രസിനും എല്ലാവർക്കും യോജിപ്പാണ്. ആ സപ്പോർട്ട് എങ്ങനെ കൊടുക്കാമെന്നുള്ള കാര്യത്തിലാണ് തർക്കം. അത് റിസർവേഷൻ ആണോ, കൂടുതൽ പഠനാവസരങ്ങളാണോ, സ്കോളർഷിപ്പുകളാണോ, ജോലിയിൽ റിസർവേഷൻ ആണോ, പഠനത്തിൽ മാത്രം മതിയോ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മുടെ പിന്നോക്ക വിഭാഗങ്ങളെ എംപവർ ചെയ്യാം? നിങ്ങളുടെ അഭിപ്രായം പറയുക. അത് ഏത് രീതിയിലൂടെ ആകണം എന്ന് പറയുക. അതെല്ലാം എനിക്ക് വായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങളുടെ നിലപാടുകൾ കമന്റ് രൂപത്തിൽ ഇടുക. എല്ലാ കമന്റും ഞാനിത് വായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസ് കുറെ കൂടെ മെച്ചമാകാനും ഞാനെന്ന വ്യക്തിക്ക് കൂടുതൽ പഠിക്കാനും ആ കമന്റുകൾ സഹായിക്കും. തീർച്ചയായിട്ടും ഇതിനെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്വാളിറ്റിയുള്ള കണ്ടന്റ്, കൂടുതൽ സമയം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യാനൊക്കെ അത് വലിയൊരു ഉത്തേജനം ഉണ്ടാകും എനിക്ക്. എല്ലാ അത്തരം കമന്റുകളും എന്നെ പ്രചോദിപ്പിക്കുകയും ചെയ്യും. നിങ്ങളുടെ ആ കമന്റ്സ്, നിങ്ങളുടെ ലൈക്സ്, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ ആദരം, നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ക്രിറ്റിസിസം, നെഗറ്റീവ് ക്രിറ്റിസിസം, ഫീഡ്ബാക്ക് ഞാനെന്ന വ്യക്തിയെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. നമസ്കാരം.